ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടോ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഖരവധം. രാക്ഷസപ്രബലനായിടുന്ന കരൻ മുൻപിൽ പക്ഷമറ്റവനിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാശു ധരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നോടത്രയും വരെയേനെ. വിയർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തിപ്പൂണ്ടൊരു ഭീത്യ ചൊല്ലിനാളവളപ്പോൾ. മാർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ടുത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുണ്ട് കൂടെ. സീത എന്നവൾക്കു പേർ അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചതു മൽഗുജാതികളെല്ലാം. ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു. ചോര നൽകുകദാഹം തിരുമാറിനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിലിച്ച വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടുകരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാതന്മാരെ കൊന്നു നൽകിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു 14 പേർ പോക നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടെന്നാലിവ രാകുതം വരുത്തിയും നിനക്കു മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ. ഖരനേറ്റം ഉന്നതന്മാരാം 14 രാക്ഷസന്മാരും ശൂലമുഗ്ഗര മുസലാസി ചാപേഷു ബിണ്ടിപാലാതെ പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുത്തതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്താരതു നേരം. ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശത്രുക്കം പ്രയോഗിച്ചാൽ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചൊരു ശത്രുക്കം വരുന്നേരം. പ്രത്യേകമോരോ ശരം കൊണ്ടവ കിണ്ടിച്ചുടൻ പ്രത്യാർത്ഥി ജനത്തെയും വധിച്ചാനോരോന്നിനാൽ. ശൂർപ്പണഖയുമതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി കരൻ മുൻപിൽ വീണലറിനാൾ. എങ്ങുപോയി കളഞ്ഞതു നിന്നോട് കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊല്ലി. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനെ വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാളതു കേട്ടു. വന്ന കോപത്താൽ ഖരം ചൊല്ലിനാനതു നേരം. പൂരിക നിശാചരൻ 14,000 പൂരിനു ദൂഷണനു മനുജൻ ത്രിശിരസും. ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടെ യുദ്ധം ചെയ്യുവതിനുടനൂടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ. ബ്രഹ്മാണ്ഡം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു! നമ്മുടെ യുദ്ധത്തിനു വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പൊരു യുദ്ധവുമുണ്ടാമിപ്പോൾ. ധീരതയോടുമിത്രേ നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോരു മിവരെയൊക്കെ കൊൽവാൻ.
മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടോല. മറ്റൊരു ചൊല്ലുന്നില്ലെന്നെ മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നായി യാണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളണം നീ. ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരം മകം പൂക്കാൻ ചാപബാണങ്ങളെയും എടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ച് സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശത്രുഘ്നം പ്രയോഗിച്ചാൻ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചു വയകാൽ പുഷ്കരനേത്രൻ മേമേൽ തൽക്ഷണഭയമെല്ലാം ഏതു ഖണ്ഡിച്ചു രാമൻ. രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചു നിശിതോഗ്രബാണങ്ങൾ തന്നാലാഗ്രേ വന്നടുത്തൊരു രാക്ഷസപടയെല്ലാം. ഉഗ്രനാം സേനാപതി ദൂഷണനതു നേര ഉഗ്രസന്നിപനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണമവറ്റ രഘുവരൻ വേഗേന ശരങ്ങളാലെന്മണി പ്രായമാക്കി 4 ബാണങ്ങളെയ്തുരകം 4നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൻ കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു ശക്തപരായ സനിർമിതമായ കിൽപ്പേറും പരികവും ധരിച്ചു വന്നാനവൻ തൽബാഹു തന്നെ ഛേദിച്ചിടാൻ ദശരഥി തൽപരികത്താൽ പ്രഹരിച്ചു സീതാപതി. മസ്തകം പിളർന്നവൻ നുർവിയിൽ വീണു സമവർത്തിപത്തനം പ്രവേശിച്ചു ദൂഷണൻ വീണ നേരം വീരനാം ദശരസം രോഗേന 3 ശരം കൊണ്ടു രാമനെ എയ്താൻ. 3ഉം ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ. 3ഉമേതുടൻ മുറിച്ചിടിനാൻ ത്രിശിരസം 100 ബാണങ്ങളെയ്താൻ. അന്നേരം ദശരഥി 100 ഖണ്ഡിച്ചു 10,000 ബാണമേതാൻ. അവയും മുറിച്ചവനയൂതം ബാണമേതാനവനേ പതി വീരനവയും നുറുക്കിനാൻ. അർദ്ധചക്രകാരമായിരിപ്പോരം അമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ മുന്നും മുറിച്ചു പന്താടിനാൻ. അന്നേരം ഖരനാദിത്യാപത തേടിടും രഥം തന്നിലമ്മാറു കരയേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോട് ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണാതെയായി. നിഷ്ഠൂരതലമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമേതാശൂകരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാൻ. അതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാകയെന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാൻ. തൽക്കാലേക്കുമ്പോൾ ഭവൻ തന്നെ കയ്യിൽ മുന്നം ചക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണാൻ വന്നിതെത്രയും ചിത്രം. മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സുകൾ കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ ഖണ്ഡിച്ചാൽ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അലക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേടും പൊടിച്ചാതിനായകനടുത്തിടിന നേരത്തിങ്കിൽ മറ്റൊരു തേരിൽ കരയേറിനാശുകരൻ. തെറ്റെന്നു പൊടിച്ചതു രാഘവനതും. അപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശുകരൻ ഭിന്നമാക്കിനാൻ വിഷികങ്ങളാലതും. രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാഗ്നേയാസ്ത്രം മതതു രഘുവരൻ അരുണാസ്ത്രേണ തടുത്തിടിനാൻ ചിതശ്രമം. പിന്നെ കൗബേരമസ്ത്രം മേതത്രേ പിന്നെയും മെയ്തതൈതന്ത്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈരതമസ്ത്രം പ്രയോഗിച്ചതു
യാമ്യസ്ത്രീണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വ്യായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗന്ധർവമയച്ചതു ഗൗഹ്യാഗമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഗരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ബാസുരമായ ദേവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീഷ്ണമാമഹേഷ്കാസ്ത്രമൊയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാച്ചു മുന്നമ്പു തന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പോഴും പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ യാദൂതനാപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിയിടും നേരം ഇന്ദ്രദൈവത മസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാദി തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ വീണുതുലങ്ക നഗരോത്തരദ്വാരേ തല തൂണിപ്പൂക്കിതു വന്നു ബാണവും അതു നേരം കണ്ടു രാക്ഷസരെല്ലാവരും തലയൊന്നു കൊണ്ട ഭാവേന നിന്നു സംശയം തുടങ്ങിനാൻ ഗരഭൂഷണ ത്രിശിരാക്കളാം നിശാചരവരരും 14,000 മരിച്ചതു നാഴിക 3:45 കൊണ്ടു രാഘവൻ തന്നാലോഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരൻ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹം അതു നേരം ഞാനതു ലഭിച്ചതു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരേ വരുമതു നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാൽ പലതരം നമസ്തേ പാദാംബുജം മമ ലോകാഭിരാമ നമസ്തപാപഹരം സേവകാഭീഷ്ടപ്രദം സമസ്തേശ്വരദയാ വാരിതേ രഘുപതേ ഗമിച്ചിടണം ചിത്തം ഭവതി രമാപതേ തൊൽപദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജന ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷ മൂലച്ഛേദന കൂടാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാമിനി ചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവാൻ ഞാനും ഭൂമൗ രാക്ഷസ സഹോദരന്മാരാം നിങ്ങളെ ഛേദിച്ചു മോക്ഷവും തന്നേടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നേടനം ആനന്ദ സ്വരൂപനം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുനാഥൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയമന പ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ജാഗ്രവസ്ഥാഭേദങ്ങൾക്കുമീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികളാം കാല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവോ പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശം ജഗൽകാരണൻ ദശരഥി രാഘവൻ 3:45 നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന 14 സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടും കൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശാസ്ത്രൗഘ്നി കൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജ മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാളൊക്കവേ പൊണ്ണുമതിൻ മടവും മാച്ചിടിനാൻ ദക്ഷോ വീരന്മാർ വീണു കിടക്കുന്നതും കണ്ടു
ലക്ഷ്മണൻ നിജഹൃദി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തന്റെ വരവുണ്ടിനിപ്പോൾ എന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ. ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം, യുദ്ധം ചെയ്തതും ഖരദൂഷണ ത്രിശിരാക്കൾ സിദ്ധയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനരുൾ ചെയ്തയച്ചൊരു ശേഷം. സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ അമിത്രാന്തകൻ കരൻ മരിച്ചു വൃത്താന്തങ്ങൾ ക്രമത്താലിക്കാലം വൈകാതെയൊടുങ്ങിയിടും മർത്യാ വൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാൻ. പലലാശികൾ തട്ടായ്വാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാൻ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിയിടിനാൻ ഭക്തിയോടെ. അംബുജവിലോചനനങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ കവചവും ഭ്രാതാവും തനിക്കണിഞ്ഞിടുവാനരുളിനാൻ. ശൂർപ്പണഖ രാവണഭഗിനിയും നോദനം ചെയ്തു രാവണനോട് പറഞ്ഞിടുവാൻ നടക്കൊണ്ടാൾ. സാക്ഷാലഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുൻപിൽ വീണുടൻ മുറയിട്ടാൽ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനു മുര ചെയ്താൻ. എന്തിനു വത്സേ ചൊല്ലിടം നേരു പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ ഞാനൊടുക്കുവാൻ സത്യം ചൊല്ലെന്ന നേരം അവളു മുര ചെയ്താളത്രയും മൂടൻ ഭവാൻ. പ്രമത്തൻ പാനസക്തൻ ശ്രീജിത ഷടനെന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നതു കൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ കരഭൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ദേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമേത്തോൾ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും എന്നലന്തകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു യാതുധനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പൂക്കേൻ. സാനന്ദം പഞ്ചവടി കൊണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും ഇത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ശ്രീരാമോത്സംഗി വാഴും ഭാമിനെ തന്നെ കണ്ടാൽ നാളികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷനാരെയുമാരി ലേപം കാണുവാനുമില്ല കേൾപ്പാനുമില്ല. നൂനം ഇന്ദിരാദേവി താനും ഗൗരിയും വാണേ മാധു ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സരസ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ. കാണുമ്പോളനങ്കരം ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം. വികൽപ്പമില്ലൽപ്പവുമിതിനിപ്പോൾ
തൊൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരു വെട്ടേൻ. മൽകുജന സാകർണ ഛേദനം ചെയ്താൽ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം കരനോട് ചെന്ന് ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ചരാനീകിനിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം 3:45 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയോളം ജാനകി ദേവിയെപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. തൊൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിലെത്രയും നിന്നു ഭവാൻ. തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവ ഉത്സംഗേ വസിക്കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങളിങ്ങനെ കേട്ടു നേരം സാദരവാക്യങ്ങളാശ്വസിപ്പിച്ചു തരണം. തന്നെ മണിയറ തന്നിലങ്ങകം പൂക്കാൻ വന്നിലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രമോർത്തോളമിതമൊരു മത്യനാൽ 3:45 നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചര പ്രവരൻ കരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരീരുവരും. പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം. ഭക്തവത്സലനാകിയ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമിന്നു. ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരും വെട്ടുവന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠ രാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലിലൊന്നുകൊണ്ടും മനസ്സീ നിരോപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതി എല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്തമാപ്നി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടും കൂടത്യാനന്ദം പൂണ്ടാൽ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൽ വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ. ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ.